ലോകം വലിയ ആശങ്കയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇന്നലെ മുതൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം ശരിക്കും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. അമേരിക്കയും ഇസ്രായേലും ചർച്ചകൾ നടക്കുന്നതിനിടെ ഇറാൻ ആക്രമിച്ചപ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ആ സ്ഥലത്ത് കൂടെ ഒക്കെ പോയ ഒരാളാണ് ഞാൻ. 13 ദിവസം ഞങ്ങൾ ഇറാനിലുണ്ടായിരുന്നു. ഇറാനിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പാവങ്ങളാണ്. അവിടെ ആർക്കും കയറി ചെല്ല. അവിടെ ഹുമൈനിയുടെ മക്ബറയിലേക്കൊക്കെ ചെല്ലുമ്പോഴൊന്നും ഒരു പരിശോധനയില്ല. ഹുമ്മിലും മഷദിലൊക്കെ ഞങ്ങൾ പോയപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ബാഗൊന്നും നോക്കാനും കൂടി അവർക്ക് ഇതില്ല. ഒരിക്കൽ ഞങ്ങൾ മഷദിലെ ഒരു ചന്തയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വലിയ കച്ചവടം നടക്കാൻ അവിടെ നോട്ടിനൊന്നും ഒരു വിലയില്ല. നമ്മൾ ഇന്ത്യൻ ഉറുപ്പ്യ അവിടെ എടുക്കും. നമ്മൾ 500 ഉറുപ്പ്യാണ് കൊടുത്ത് നമുക്കൊരു കെട്ട് പൈസ എടുത്ത് തരുമല്ലോ. അത്രയും ഉപരോധം കൊണ്ട് ഇപ്പൊ മലപ്പുറത്ത് അങ്ങാടിക്ക് ഇറങ്ങിയാൽ നമ്മൾക്ക് കാണുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ ദുബായി പോയാലും കാണും, നമ്മൾ സൗദി അറേബ്യ പോയാലും കാണും. പക്ഷെ ഇറാനിൽ കാണുന്ന കാറും ബസ്സും, ഇറാനിൽ നമ്മൾ കുടിക്കുന്ന കൂൾ ഡ്രിങ്ക്സും, ഇറാനിൽ നമ്മൾ കാണുന്ന സ്കൂട്ടറൊന്നും വേറെ എവിടെയും കാണില്ല. ഒക്കെ അവർ തദ്ദേശീയമായി ഉണ്ടാക്കുകയാണ്. ലോകം അങ്ങനെ ഉപരോധിക്കുകയാണ്, എന്നിട്ടും പിടിച്ചിരിക്കുകയാണ്. മഷദിലെ ചന്തയിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രത്യേക സൈറൻ മുഴങ്ങി, എന്തോ ഒരു ആക്രമണ ഭീഷണി. ആ വന്ന സമയത്ത് പോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വാലി മുഹമ്മദ്, എന്നിട്ട് പിന്നെ എന്താ വരി കൊണ്ടേക്കോളെ ഉടനെ കച്ചവടം. ആ ഒരൊറ്റതുള്ളൂ. അങ്ങനെ ഒരു പേടില്ലാത്ത ഒരു ജനത. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ വിഷയം ഉണ്ടായിട്ടും പിന്നെ ആയത്തുള്ള അലി ഖാംനെയ് കൂളായിട്ട് അല്ലെ, മിനിയാന്ന് അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ സന്ദർശിക്കുന്നതിന്റെ വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. 40 കൊല്ലം ഒരു രാജ്യത്തെ ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം നേരിട്ട് ബാധിക്കുന്നവരാണ് മലയാളികളുടെ. പ്രിയപ്പെട്ട മൻസൂർ മാടമ്പാട്ട് പറഞ്ഞതുപോലെ നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും യുദ്ധഭീതി ഉണ്ടാകുമ്പോൾ അത് നമ്മളെയാണ് ബാധിക്കുക. ഇന്ത്യയായിട്ട് ഏറ്റവും അടുപ്പുള്ള രാജ്യമാണ് ഇറാൻ. ഇറാനിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ അൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഇന്ത്യയുടെ പതാകയുണ്ട്, ഇറാന്റെ പതാകയുണ്ട്. അപ്പൊ ഞങ്ങൾ കരുതിയ ഇന്ത്യക്കാരായ നമ്മൾ ചെന്നപ്പോഴാണ് ഇന്ത്യയുടെ പതാക, അല്ലാതെ സ്ഥിരമായിട്ട് അവിടെ ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ അഹ്ലുബൈത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ചെന്ന് അവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമ ഉണ്ട്. ഇറാന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വലിയ ഷിയാക്കളാണ്. അവർക്ക് പ്രതിമയൊന്നും പ്രശ്നമില്ല. അവരെ നേതാക്കന്മാരൊക്കെ കുമേനിന്റെ ഒന്നും ഫോട്ടോ അല്ല, ഒക്കെ പ്രതിമയാണ്. ഇമാം റിള റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ഇറാന്റെ പഴയ മരിച്ചുപോയ നേതാക്കന്മാരുടെ ഒക്കെ പ്രതിമ ഉണ്ട്, പഴയ പ്രസിഡന്റുമാരുടെ ഒക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് പ്രതിമ? അത് നിങ്ങൾ ഫോട്ടോ വെക്കുന്ന മാതിരിയാണ് നമ്മള് പ്രതിമ വെക്കുന്നതെന്നാണ്. അപ്പൊ അവിടെയൊക്കെ ഇന്ത്യയിലെ നേതാക്കന്മാരായ ഇന്ദിരാഗാന്ധിയുടെ, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ, മഹാത്മാഗാന്ധിജിയുടെ ഒക്കെ പ്രതിമകൾ അവരുടെ നേതാക്കന്മാരെ കൂടെ വെച്ച് ഇന്ത്യക്കാരായിട്ട് നോക്കി. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ, ടെഹ്റാൻ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് വാങ്ങിയിട്ട് അതിൽ സീലടിച്ചില്ല. അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ ഇനി സൗദിയിലേക്കോ യൂറോപ്പിലേക്കോ ഒക്കെ പോകുമ്പോൾ ഇറാനിൽ വന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് ഒരു പ്രയാസമുണ്ട്. ഇന്ത്യ ഞങ്ങളുടെ ഏറ്റവും അടുത്ത രാജ്യമാണെന്ന്. അതുപോലെ ഇപ്പൊ നമ്മളിങ്ങനെ കുറെ കേൾക്കണല്ലോ, ഇപ്പൊ ഇങ്ങനെ ഇതിൽ പലതും പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ അവിടെ പോയപ്പോ എന്റെ കൂടെ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നത് സി ഹംസ സാഹിബാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്കൊരു ഷിയ ജുമാക്കൊന്ന് പോയാലോ, അതിന്റെ മട്ടൊന്നും അറിയാലോ, ചേരനെ തിന്ന നാട്ടിൽ ചെന്നാല് ചേരന്റെ നടുക്കണ്ട തിന്നണമെന്നാണല്ലോ. അപ്പൊ ഞങ്ങൾ ഹുമ്മിലാണുള്ളത്. അങ്ങനെ മൂപ്പരൊക്കെ പറഞ്ഞ് ഷട്ടം കെട്ടി. മൂപ്പരെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ ഷിയയാണെന്നുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഷട്ടം കെട്ടിയെങ്കിലും രാവിലെ അദ്ദേഹം ഇറാൻ അധികൃതരെ വിളിച്ചിട്ട് പറഞ്ഞു ഷാഫി മദ്ഹബ് പ്രകാരം ജുമാ നടക്കുന്ന പള്ളി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മൂപ്പരെ തോണ്ടി, അവൻ പറഞ്ഞ ജുമാ അങ്ങനെ കളയാൻ പറ്റില്ല എന്നോട്. അപ്പൊ ഉണ്ട് 50 പള്ളി ഉണ്ട്. ആ ഒരു അങ്ങാടിയിൽ 50 പള്ളി ഉണ്ട്. അപ്പൊ എന്റെ ഒരു കൗതുകത്തിന് ഞാൻ ചോദിച്ചു ക്രിസ്ത്യൻ പള്ളി ഉണ്ട്? ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. പിന്നെന്താണ്, ക്രിസ്ത്യാനിയായ ഒരു പാർലമെന്റ് അംഗത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. അത് മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട ഇപ്പൊ ഹുമൈനിയുടെ മഖ്ബറുള്ള ആ സ്ഥലത്തൊക്കെ തലയിൽ, എന്റെ ഫോണിൽ അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, തലയിൽ തട്ടവിടാതെ എന്താണ് നമ്മള് ഇന്ത്യയിൽ പോലും അങ്ങനെ നടക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നു. പെൺകുട്ടികള് സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് അവിടെ ആർക്കും ഒരു നിർബന്ധമില്ല. നമ്മളെ ഇന്ത്യക്കാളേറെ സ്വാതന്ത്ര്യമില്ല. ആ ഇക്രാഹ ഫിദ്ദീൻ എന്നുള്ള ശരിക്കും നടപ്പാക്കിയ രാജ്യമാണ്. പക്ഷെ അവിടെ കുറെ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തിയത്, അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താ അറിയോ, അത് രാജ്യത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ആളുകളെ സ്വാധീനത്തിൽപ്പെട്ട് ഇന്ത്യയുടെ ഗവൺമെന്റ് അട്ടിമറിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കെതിരെ ഉണ്ടാവില്ലേ? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു അവരോട്, നമുക്കൊരു ഡിസ്കഷന്റെ സമയം കിട്ടിയ ഇവിടുത്തെ ഗവർണറോട്, സൽമാൻ റുഷ്ദിയെ കൊല്ലണം എന്ന് നിങ്ങളുടെ നേതാവ് ആയത്തുള്ള ഖുമൈനി
ഫത്വ കൊടുത്തല്ലോ. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരാൾ പുസ്തകം എഴുതിയെങ്കിൽ അയാളെ വിമർശിക്കല്ലാതെ അല്ലെങ്കിൽ അതിന് പകരം നമ്മൾ പറയല്ലാതെ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഇസ്ലാമികമല്ല, അത് പൊളിറ്റിക്സ് ആണ്, അബ്സല്യൂട്ട്ലി പൊളിറ്റിക്സ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പശ്ചിമേഷ്യയിൽ അന്നത്തെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അത് പൊളിറ്റിക്സ് ആണ്, ഈ നടക്കുന്നതൊക്കെ പൊളിറ്റിക്സ് ആണ്, ഇതിൽ അധികവും രാഷ്ട്രീയമാണ്, അല്ലാതെ മതവും വിശ്വാസപരമായിട്ടുള്ളതല്ല എന്നാണ്. ഇപ്പൊ അവിടെ നടക്കുന്നത് അത് തന്നെയാണ്, ആ രാഷ്ട്രീയമാണ്. അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ ഈ ശീതയുദ്ധത്തിന് ശേഷം, ശരിക്കും USSR തകർന്നതിന് ശേഷം ശീതയുദ്ധം അവസാനിച്ചു. അമേരിക്കയുടെ ഒരു ഏക ഛത്രാധിപതിയായി ലോക പോലീസായി നിൽക്കാൻ അവർക്ക് പശ്ചിമേഷ്യയിൽ തടസ്സമായി നിൽക്കുന്നത് ഇറാന്റെ സമ്പുഷ്ടമായ എണ്ണപ്പാടങ്ങൾ അങ്ങോട്ട് കയറാൻ പറ്റാതെ വന്ന പ്രയാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇസ്രായേലിന്റെ കയ്യിൽ ആണവ ഊർജ്ജമുണ്ട്, അതുമാത്രമല്ല ആണവ ആയുധങ്ങളുണ്ട്. ഇറാൻ അവിടെ ഒരു അണുശക്തിയായി മാറിയാൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്നാണ്, ഇസ്രായേൽ ഇപ്പോൾ അവിടെ ഇങ്ങനെ അവർ വ്യാപിപ്പിക്കാൻ വേണ്ടി നിൽക്കാൻ, അതിനൊരു തടസ്സമായി വരും എന്നതിന്റെ കൂടി അപ്പുറത്താണ് യുദ്ധം നടക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ യുദ്ധം സംഭവിച്ചാൽ അത് ഏറ്റവും അധികം ബാധിക്കും ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ നമ്മുടെ കേരളത്തെയാണ്. നമ്മുടെ കുവൈത്ത് യുദ്ധം ഉണ്ടായപ്പോഴുള്ള സാഹചര്യം നമുക്കറിയാം. അപ്പൊ നമുക്ക് കഴിയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും ഇറാനുമായും ഇറാനിയൻ നേതൃത്വവുമായും നമുക്കുണ്ടെങ്കിലും ഇതൊരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു വലിയ സിമ്പലായി ആയത്തുള്ള അലി ഖാംനെയെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പരിശുദ്ധമായ റമദാനിൽ 86 വയസ്സായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന് ആരുടെ മുമ്പിലും തലകുനിക്കാതെ, രാഷ്ട്രത്തലവന്മാരൊക്കെ യുദ്ധം ഉണ്ടാകുമ്പോൾ ബങ്കറിൽ പോവും, രാഷ്ട്രത്തലവന്മാരൊക്കെ സുരക്ഷിതമായി പോവും, അവരവരുടെ മറ്റു ഗ്രഹങ്ങളിലേക്ക് പോകും. ഞാൻ പറഞ്ഞു പച്ചയായ മനുഷ്യർ, അവരുടെ നേതാവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ ലോകത്തിലെ സാമ്രാജ്യത്വ കഴുകന്മാരെ വിറപ്പിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധമായ റംലാനിൽ ആയത്തുള്ള അലി ഖാംനെയ് വിട പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഈ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.